ഇടതിന്റെ ഉരുക്കുകോട്ട തകർത്ത് പിണറായി വിജയനെ വീഴ്ത്തി മുന്നിലെത്തിയ അബ്ദുൾ റഷീദിലേക്ക് ഉറ്റുനോക്കുകയാണ് കേരളം ഒന്നാകെ. ആരാണ് പിണറായിയെ പിന്നിലാക്കിയ അബ്ദുൾ റഷീദ് എന്ന കാര്യത്തിൽ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിൽ, ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ധർമ്മടത്ത് LDF പിന്നിലെന്ന ബ്രേക്കിംഗ് ന്യൂസ് മാധ്യമങ്ങളിൽ തെളിയുന്നത്. മുഖ്യമന്ത്രി മത്സരിച്ച മണ്ഡലം എന്നതിനപ്പുറം CPM-ന് ഇത്രയേറെ കരുത്തുറ്റ അടിത്തറയുള്ള മണ്ഡലത്തിലുള്ള ഈ UDF മുന്നേറ്റം ആരും പ്രതീക്ഷിച്ചതല്ല. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ കടമ്പൂർ മാത്രമാണ് UDF-നൊപ്പം. LDF പഞ്ചായത്തുകളിലാണ് ആദ്യ റൗണ്ടുകളിൽ UDF മുന്നിൽ വന്നത്. വാർത്തകൾ പുറത്തു വന്നതോടെയാണ് ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി ആരെന്ന് പലരും തിരഞ്ഞത്. എന്നാൽ കോൺഗ്രസിലെ VP അബ്ദുൾ റഷീദിനെ അടുത്തറിയാവുന്നവർക്ക് ഇത് പുതുമയല്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ LDF-ന്റെ ഭൂരിപക്ഷം മുൻപത്തേക്കാൾ പകുതിയോളം കുറച്ച സ്റ്റാർ കാൻഡിഡേറ്റ് ആയിരുന്നു അബ്ദുൾ റഷീദ്. LDF കുത്തക സീറ്റിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയായിരുന്നു ആ നേട്ടം. 2016 UDF സ്ഥാനാർത്ഥിയായിരുന്ന രാജേഷ് നമ്പ്യാർക്കെതിരെ CPM-ലെ ജെയിംസ് മാത്യുവിന്റെ ഭൂരിപക്ഷം 40,617 വോട്ടുകളായിരുന്നു. എന്നാൽ LDF തരംഗമടിച്ച 2021 ആ ഭൂരിപക്ഷം 22,689 വോട്ടിലേക്ക് കുറച്ചത് അബ്ദുൾ റഷീദ് UDF സ്ഥാനാർത്ഥി എത്തിയപ്പോഴാണ്. 7.85% വോട്ടുകൾ UDF കൂട്ടിയപ്പോൾ LDF-ന് കുറഞ്ഞത് 7.84% വോട്ടുകൾ. ഇത്തവണ തളിപ്പറമ്പിൽ അബ്ദുൾ റഷീദ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ CPM വിമതൻ TK ഗോവിന്ദന് സീറ്റ് കൊടുക്കണമെന്ന പുതിയ സമവാക്യം UDF-ൽ ഉടലെടുത്തപ്പോൾ റഷീദിന് സീറ്റ് നഷ്ടമായി. തളിപ്പറമ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അബ്ദുൾ റഷീദ് തുടർന്ന് ധർമ്മടത്തെ സ്ഥാനാർത്ഥിയാകുകയായിരുന്നു. ധർമ്മടത്ത് തുടക്കം മുതൽ ആത്മവിശ്വാസത്തോടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചാരണം. ലീഡ് പിടിക്കുമെന്ന ആത്മവിശ്വാസം ഇന്നലെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ജവഹർ ബാലജനവേദിയിലൂടെയും KSU-വിലൂടെയുമാണ് സംഘടന രംഗത്തെത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ KPCC അംഗവുമാണ്. ധർമ്മടം മണ്ഡലത്തിലെ പലയാട് ക്യാമ്പസിലായിരുന്നു നിയമ പഠനം. ഇക്കാലയളവിൽ ജീവൻ അപകടത്തിലാണെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് 1 വർഷം പോലീസ് സുരക്ഷയിലായിരുന്നു പഠനം. 6 വർഷമായി ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പോതുവാച്ചേരിയിൽ ആണ് താമസം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ പദയാത്രയിൽ സ്ഥിരാംഗമായിരുന്നു. അതേസമയം ആദ്യ 5 റൗണ്ടുകൾ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ 1090 വോട്ടുകൾക്ക് പിന്നിലാണ്. UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദാണ് മുന്നിൽ. CPM-ന്റെ കോട്ടകളടക്കം മേധാവിത്വം UDF-നായി കഴിഞ്ഞു. ആകെ 15 ആണ് വോട്ടെണ്ണാനുള്ളത്. ആദ്യ സൂചനയിൽ തന്നെ പിണറായി വിജയനെ മറികടന്ന് അബ്ദുൾ റഷീദ് ലീഡ് എടുത്തു. പിണറായി 5008 വോട്ടുകൾ നേടിയപ്പോൾ അബ്ദുൾ റഷീദ് 5741 വോട്ടുകൾ നേടിയിരുന്നു. ആദ്യ സൂചനയിലെ ലീഡ് 733 വോട്ടുകൾ. രണ്ടാം സ്ഥാനത്ത് അബ്ദുൾ റഷീദ് ലീഡ് 2523 വോട്ടുകളായി ലീഡ് ഉയർത്തി. 3-ാം സ്ഥാനം കഴിഞ്ഞപ്പോൾ ലീഡ് 2077 മാറി. 4-ലും അബ്ദുൾ റഷീദ് ക്രമാനുഗതമായി ലീഡ് ഉയർത്തി. 4-ാം സ്ഥാനത്ത് കഴിയുമ്പോൾ അബ്ദുൾ റഷീദിന്റെ ലീഡ് 2812 വോട്ടുകളായിരുന്നു. ഇനി 10 എണ്ണം എണ്ണാനുണ്ട്. നിലവിൽ UDF 27,869 വോട്ടുകൾ നേടിയപ്പോൾ പിണറായി വിജയൻ 26,779 വോട്ടുകൾ നേടി. അതേസമയം 1998 മുതൽ 18 വർഷത്തോളം പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ 2016 സംസ്ഥാന മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. അന്നു മുതൽ ഇന്നോളം സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിന് ഒരേ ഒരു ശക്തമായ നേതൃത്വമായി പിണറായി നിലകൊണ്ടു. ക്യാപ്റ്റൻ എന്ന വിളിപ്പേര് നൽകിയും ഓഖി കോവിഡ് പ്രളയ സമയങ്ങളെ നേരിട്ട ശക്തനായ നായകനായും പിണറായി വിജയൻ ഇടതുപാർട്ടി പ്രവർത്തകർ കണ്ടു. എന്നാൽ ഈ കരുത്തിനാണ് ഇപ്പോൾ ചോർച്ച സംഭവിച്ചത്. ഈ കനത്ത തോൽവിക്ക് പിന്നാലെ CPM നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി ജനപ്രിയരായ നേതാക്കളുടെ അഭാവമാണ്. AKG-യും EMS-ഉം EK നായനാരും ഗൗരിയമ്മയും VS അച്യുതാനന്ദനുമടക്കം ജനപ്രിയരായ നേതാക്കളെല്ലാം വിസ്മൃതിയിലായ CPM-ൽ നിലവിൽ നേതാക്കൾ നിരവധി ഉണ്ടെങ്കിലും ഇവരിൽ നേതൃപാടവത്തോടൊപ്പം ജനപ്രിയത കൂടിയുള്ളവർ ഇല്ല എന്ന് തന്നെ പറയാം. യുവാക്കളിൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് വ്യക്തമായ ലീഡോടെ തിരഞ്ഞെടുപ്പിൽ മുന്നിലുണ്ടെങ്കിലും പാർട്ടി വൃത്തങ്ങൾക്ക് പുറത്ത് ഇവരിൽ വ്യക്തിപ്രഭാവം കാട്ടിയവർ കുറവാണ്. സച്ചിൻ ദേവ്, MS അരുൺകുമാർ, VK പ്രശാന്ത് തുടങ്ങിയവരടക്കം MLA-മാർ. തലസ്ഥാന നഗരസഭാ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ, ജെയ്ക് സി തോമസ്, PM ആർഷോ നേതൃനിരയിലേക്ക് CPM പരീക്ഷിച്ച യുവ നേതാക്കൾ നിരവധിയുണ്ട്. എന്നാൽ ഇവരിൽ മുൻനിരയിലേക്ക് വന്നവർ ഏറെയില്ല. ശക്തമായ തിരിച്ചടി നേരിട്ട തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ CPM-ൽ മികച്ച ജനപ്രീതിയുള്ള നേതൃനിര അത്യാവശ്യമാണ്. ഇത്തരമൊരു നേതൃനിരയെ സംഘടിപ്പിക്കുകയാണ് മുന്നണി നേരിടേണ്ടി വരുന്ന അടുത്ത വെല്ലുവിളി. മറുവശത്ത് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേതൃത്വം നൽകിയ പുതുയുഗ യാത്ര കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ ഊർജ്ജമാണ് നൽകിയത്.
നേതൃസ്ഥാനത്ത് കോൺഗ്രസിന് ഒരാളല്ല ഒന്നിലധികം ആളുകളുണ്ടോ എന്നതാണ് വസ്തുത. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി UDF-നെ പരിഹസിക്കുമ്പോൾ പോലും ചെന്നിത്തല, KC വേണുഗോപാൽ, VD സതീശൻ അടക്കം നിരവധി നേതാക്കളുടെ പേരുകൾ ഉയർന്നു കേട്ടു. യുവനിരയിൽ കോൺഗ്രസിന്റെ ഉയർന്നു വരുന്ന നേതാവാണ് ഷാഫി പറമ്പിൽ. 2011 മുതൽ ഇങ്ങോട്ട് മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം തോൽവി അറിയാതെ എത്തിയ ഷാഫി കോൺഗ്രസിന്റെ ജനപ്രിയ നേതാക്കളിൽ ഒരാളാണ്. 2024 വടകര മണ്ഡലം നിലനിർത്താൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിശ്വസിച്ച് സീറ്റ് നൽകിയ ഷാഫിക്കാണ് അന്ന് പാലക്കാട് MLA ആയിരുന്ന ഷാഫി സ്ഥാനം രാജിവെച്ചു. പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പാലക്കാട് കോൺഗ്രസിനെ കൈവിടാതെ നിന്നു. പോകുന്നിടത്തെല്ലാം വൻ ജനക്കൂട്ടം ഷാഫിക്കായി എത്താറുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമിതി പോലെയാണ് ഇത്. വളരെ പെട്ടെന്ന് പാർട്ടിയിൽ വളർന്നു വന്ന മറ്റൊരു യുവ നേതാവാണ് PC വിഷ്ണുദാസ്. KSUവിലൂടെ പ്രസ്ഥാനത്തിലെത്തി KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന പ്രസിഡന്റായി, KPCC ജനറൽ സെക്രട്ടറി, AICC സെക്രട്ടറി, കേരള സർവകലാശാല സെനറ്റ് അംഗം തുടങ്ങി നിരവധി പദവികൾ. 2006-ലും 2011-ലും ചെങ്ങന്നൂരിൽ നിന്നും നിയമസഭയിലെത്തി. 2021 മുതൽ കുണ്ടറയിൽ നിന്നുള്ള നിയമസഭാ അംഗമായി. കോൺഗ്രസ് നേതൃനിരയിലേക്ക് യുവാക്കളുടെ കൂട്ടത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനും അതിവേഗം ഉയർന്നു വന്നു. 2023-ൽ ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് ചാണ്ടി ഉമ്മൻ ജനപ്രതിനിധിയായത്. 37,319 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് അന്ന് ചാണ്ടി ജയിച്ചത്. നിലവിൽ തിരഞ്ഞെടുപ്പിലും ആദ്യ റൗണ്ടുകളിൽ തന്നെ വ്യക്തമായ ലീഡ് പിടിക്കാൻ ചാണ്ടിക്കായി. കോലാഹലങ്ങളില്ലാത്ത തിരഞ്ഞെടുപ്പ് പ്രചാരണം വഴിയാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ശ്രദ്ധ നേടിയത്. ഭാവി മുന്നിൽ കണ്ട് UDF നടത്തിയ പരീക്ഷണങ്ങൾ വിജയത്തിലെത്തുകയും LDF-ന് അവ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതുമാണ് ഇത്തവണ കാണുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.